ഇന്ന് നമ്മൾ ബക്കറ്റ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേ കണക്ക് വരയുക. മസാല നല്ലതായിട്ട് പിടിക്കാനും പെട്ടെന്ന് വേകുന്നതിനും നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ വേകാൻ പാടായിരിക്കും, മസാലയും പിടിക്കില്ല. ഇതാകുമ്പോൾ അങ്ങനെയുള്ള കുഴപ്പമില്ല, മസാലയും പിടിക്കും, നല്ലതായിട്ട് വേകുകയും ചെയ്യും. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആക്കിയത് ഇതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് മല്ലിയില അരച്ചതാണ്. മുളക് പൊടി ചേർക്കുക, മല്ലി പൊടിച്ചത്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ഗരം മസാലയാണ്. ഇത് വറ്റൽമുളകും കുരുമുളകും കൂടി അരച്ചതാണ്. ഇത് വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്. വലുതാണെങ്കിൽ പകുതി മതി, ഇത് ചെറുതായത് കാരണം ഒരു നാരങ്ങ മുഴുവനായി എടുക്കുക. അത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്കത് ഇതിലേക്ക് നല്ലതായിട്ട് പുരട്ടാം. വരഞ്ഞിരിക്കുന്നതുകൊണ്ട് മസാല അതിലേക്ക് നല്ലതായിട്ട് പിടിക്കും. നമ്മളതിലേക്ക് നല്ല വൃത്തിയായിട്ടത് പുരട്ടി കൊടുക്കണം. വിടവിലെല്ലാം നല്ലതായിട്ട് പുരട്ടുക. ഇതിൻ്റെ അകത്തും കുറച്ച് മസാല വെക്കുന്നത് നല്ലതാണ്. ഉള്ളിലേക്ക് വയനയിലയാണത്. 2 വയനയില, മല്ലിയില, ഇത് രണ്ടും കൂടി അകത്ത് വെച്ച് കഴിഞ്ഞാൽ വേകുമ്പോൾ പ്രത്യേക മണവും ടേസ്റ്റ് ആയിരിക്കും. ഇനി ഏകദേശം 1 ഹവറിലോ 2 ഹവറിലോ അത് കുക്കുക. ഇത് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്പ് ഇങ്ങനെ താത്ത് വെക്കുക. ബക്കറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന കണക്ക് ഒരു പാട്ട വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ പാട്ടയാണ് യൂസ് ചെയ്യുന്നത്. പാട്ട വെക്കുമ്പോൾ ഈ അളവിലെങ്കിലും കമ്പ് താത്ത് വെക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി വാഴയില മണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണക്ക് വെക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ചിക്കൻ വെക്കുക. പിന്നെ ചിക്കൻ താഴേക്ക് പോകാതിരിക്കാനായിട്ട് ഒരു കമ്പി ഉപയോഗിച്ച് അത് നല്ലതായിട്ട് കെട്ടി വെക്കുക.
ഇനി നമുക്ക് പാട്ട് അതിന് മുകളിലേക്ക് ഇറക്കി വെക്കാം. ആ പാട്ട് വെക്കുമ്പോൾ അത് നന്നായിട്ട് താഴേട്ട് അമക്കി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ തീ ഉള്ളിലേക്ക് കയറും. അങ്ങനെ അമക്കി വെച്ചാൽ മാത്രമേ ആ ചിക്കൻ കരിയാതെ കിട്ടൂ. നല്ലതായിട്ട് അമുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ലൊരു വെയിറ്റ് വെക്കുക. ഇതോ അതിൽ കൂടുതലോ വെക്കുക, കുറയരുത്. വെയിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അകത്തേക്ക് തീ കയറും, ചിക്കൻ കരിഞ്ഞു പോകും. ഷുവറാണ്. ഇതിന് ശേഷം നമുക്ക് തീ കൊടുക്കാം. തീ കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, എല്ലാ വശത്തും തീ കൊടുക്കണം. എല്ലാ വശത്തു നിന്നും ഒരുപാട് കത്തിയാലേ ചിക്കൻ കറക്റ്റായിട്ട് വേഗത്തുള്ളൂ. തീ ഏകദേശം നല്ലതായിട്ട് കത്തുന്നുണ്ട്. നല്ല ചൂടാണ്, അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഇത് 20 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇതേ രീതിയിൽ തീ അരിച്ചാലേ ഇത് വേഗത്തുള്ളൂ. ഒരുപാട് വലിയ തീയാണെങ്കിൽ 15 മിനിറ്റ്, ഇടയ്ക്ക് 15 അല്ല 20 മിനിറ്റ് ആകുമ്പോൾ നോക്കുന്നത് നല്ലതായിരിക്കും, അല്ലെ ചിക്കൻ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് തീ കുറവായതുകൊണ്ട് നമ്മൾ 20 മിനിറ്റോളം ഇരിക്കും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കനൽ കത്തി ആ ചൂടത്ത് വേണം ഇത് വേകാൻ. കനലെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്ന് അത് മാറ്റിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ കരിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. തുറക്കുകയാണ്, കുഴപ്പമില്ല, കരിഞ്ഞിട്ടില്ല. വെന്തിട്ടുണ്ടോ? വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. ബക്കറ്റ് ചിക്കൻ നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, വളരെ എളുപ്പമാണ്. നമ്മുടെ ബക്കറ്റ് ചിക്കൻ നമ്മൾ കഴിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ആ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വറ്റൽ മുളക് അല്ലെങ്കിൽ പാണ്ടി മുളക് അതെടുത്ത് നല്ലതായിട്ട് ചൂടാക്കുക. പിന്നെ കുറച്ച് കുരുമുളക് വൃത്തിയായിട്ട് ചൂടാക്കുക. രണ്ട് മിക്സിയിൽ പൊടിക്കുന്ന ജാറിലേക്ക് മാറ്റുക. എന്നിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വറ്റൽ മുളക് ആയത് കാരണം നല്ലതാണ്. ഇതാണ് നമ്മൾ മസാല കൂട്ടിയപ്പോൾ ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വറ്റൽ മുളകും കുരുമുളകും പൊടിച്ചത്, പിന്നെ വയനയിലുണ്ട്, മല്ലിയിലുണ്ട്, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. അതിനുശേഷം ഇത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഇതൊരു മുളക്, വയനയില, മല്ലിയില ഇത് മൂന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട്, പൊടിക്കുന്ന ജാറാണ് ഉപയോഗിക്കുന്നത്, ഇതിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. നല്ല എരിയും എല്ലാം കിട്ടും. ഇതാണ് നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മസാല. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക.